മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് എന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സും പിന്നെ ഇവിടെ തമ്പാക്കു ഇന്നലെ എനിക്ക് ഞാൻ പോലീസിനെ കേറിത്തെ പോലെ അല്ല ഞാൻ അറസ്റ്റ് ആയപ്പോഴത്തെ എല്ലാരും ന്യൂസ് ആക്കി കലന്നെ. ആദ്യമായിട്ടാണ് ഒരാൾ കരയണ കണ്ടിട്ട് ചിരി വന്നത്. എന്നാക്കിയായിരുന്നു അല്ലേ, നെഗളം അങ്ങോട്ട് മൂത്തിട്ട് നില മറന്ന് കൊത്തി കൊത്തി മുറത്തി വരെ കയറും കുത്തി. സാധാരണ ഒരു മനുഷ്യരെ പോലും ആരും അതുപോലെ ചീത്ത പറയാറില്ല. ആ സമയത്താണ് ഈ ജാൻമണി രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയാണ് ആ മാതിരി അവഹേളിച്ചിരിക്കുന്നത്, വ്യക്തിഹത്യ നടത്തിയിരിക്കുന്നത്. അത് വെറും ചീത്തയല്ല, അദ്ദേഹത്തിന് അമ്മയെ ചേർത്ത് കൂടി. നരേന്ദ്രമോദിജി ആയതുകൊണ്ടാണ് ഇത്രയും ക്ഷമിച്ചു കേട്ടോ. അത് ക്ഷമിക്കും എന്നറിഞ്ഞ് മുതലെടുത്ത് തന്നെയാണ്. ജാൻമണിയുടെ അപ്പനേക്കാൾ പ്രായമുണ്ടെന്ന് ഓർക്കണം. മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത്. കലാപ ആഹ്വാനം നടത്തി എന്ന പേരിലാണ് ജാൻമണിക്കെതിരെ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ശേഷമുള്ള നാടകങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് വൈറലാൻ വേണ്ടി പറയാനാണെന്നറിയില്ല, എങ്കിലും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പഠിച്ച് വിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനും കൂടെ നാണക്കേടുണ്ടൊക്കെയാണ്. ജാൻമണി പ്രധാനമന്ത്രി അവഹേളിച്ച് സംസാരിച്ചപ്പോൾ അതിനുശേഷം മാപ്പ് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ വന്നു. കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചാണ്, അറിയാവുന്നവരെല്ലാം ഫാൻസൊക്കെ നിർബന്ധിച്ചാണെന്നും പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവർ മാപ്പ് വീഡിയോ ഇട്ടത്. എന്നിട്ട് അവരതിൽ പറയുന്നത് മലയാളം പറഞ്ഞ് തെറ്റിപ്പോയി, അതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും, അപ്പം മറ്റുള്ളവരെ ചെവിക്കാണ് കുഴപ്പമെന്നാണ് പറഞ്ഞു തരുന്നത്. ജാൻമണി ഓർത്തു ഈ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ വലിയ വെല്ലുവിളിച്ച് അവഹേളിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ തെറ്റിപ്പോയി. ഗ്യാസ് ഇല്ലാത്തപ്പോൾ ഗ്യാസൊക്കെ കഷ്ടപ്പെട്ട് എത്തിച്ചു തന്നു, അങ്ങനെയൊക്കെ തീറ്റി പോറ്റി കൊണ്ടുപോയി നടക്കുന്നതിൻ്റെ നന്ദി സൂചകമായിട്ടൊക്കെ ആയിരിക്കും ഇതുപോലെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിനെതിരെ. ജാൻമണിയാണെങ്കിൽ ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി എന്ന് പറഞ്ഞ പോലെ സെലിബ്രിറ്റികളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പോയിട്ടാണ് ഇതുപോലെ കാണിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഫിറ്റിങ്സാണ് ഇവർക്കുള്ളതെങ്കിൽ, ആണോ പെണ്ണോ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊരു സെലിബ്രിറ്റിയൊക്കെ ആയിരുന്നെങ്കിൽ ഈ മറ്റുള്ള സെലിബ്രിറ്റികളെ പോലെ എന്താകുമായിരുന്നു അവസ്ഥ? അദ്ദേഹത്തിനെതിരെ അന്ന് സംസാരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വൈറലായ ആ വീഡിയോ അല്ല, അവരെ എത്ര മേച്ചമായി സന്തോഷിച്ചു ഉല്ലസിച്ചാണ് അദ്ദേഹത്തിനെതിരെ എന്ത് ആവേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കരഞ്ഞപ്പോൾ ആ ആവേശമൊക്കെ എവിടെ പോയി? പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി എന്ത് തോന്നിയാസോ ആഭാസത്തരം പറഞ്ഞാലും രാജ്യത്തിലെ ഭരണാധികാരിക്കെതിരെ പ്രവർത്തിച്ചാലും ഒക്കെ വെറുതെ വിടും, എല്ലാവരും കൈ കെട്ടി നോക്കിയിരിക്കും എന്നൊക്കെ ആയിരിക്കാം ഈ ജാൻമണിയെ പോലെയുള്ളവർ വിചാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വേറെ ആളുകൾ സംസാരിച്ചിരുന്നല്ലോ ആ പാറ്റ സമരം വന്നപ്പോൾ. പക്ഷേ രാജ്യത്തോട് സ്നേഹമുള്ളവർ വെറുതെ കൈ കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള ഇപ്പോൾ മനസ്സിലായില്ലേ? എത്രയോ പരാതികളാണ് ഓരോ സംസ്ഥാനത്തും ഈ ജാൻമണിക്കെതിരെ അന്നേരം പരാതി പോയിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയെ അവഹേളിച്ച് സംസാരിച്ചതിനെ തുടർന്ന്. ഒരു രാജ്യത്തിലെ ഏത് ഭരണാധികാരിയെയും നമുക്ക് വിമർശിക്കാം എന്നുള്ളതാണ്, പക്ഷേ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന പ്രത്യേക നിയമം ഭരണഘടനയിലെ 19(2) വകുപ്പ് പ്രകാരം ഒരു മനുഷ്യരെയും ഡിഫോമേഷൻ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ജാൻമണി അന്ന് അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിച്ച വീഡിയോയിലൊക്കെ ഇവന്നൊക്കെയാണ് പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്കായി മൂത്ത ആളാണ് എന്നുള്ള ഭാവമൊക്കെയാണ്. ഇപ്പം മൂപ്പൊക്കെ കുറഞ്ഞാണ്. സമരം നടത്തിയ പാർട്ടിക്കാർ പൈസയൊക്കെ വാരി ഇട്ടായിരിക്കുമല്ലോ ഈ ജാൻമണിനെ പോലുള്ളവർ. അവരുടെ വിഭാഗത്തിലും വേണമല്ലോ ആൾ അവർക്ക് സപ്പോർട്ടിന്. അതിനുവേണ്ടിയായിരിക്കാം ഇവരെയൊക്കെ തിരഞ്ഞെടുത്തതും ഇവരെ കൊണ്ട് ഇതുപോലെ വേണ്ടാധീനങ്ങളൊക്കെ പറയിപ്പിച്ചതും. ജാൻമണി ഇത്തരത്തിൽ സംസാരിച്ചതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനോടുള്ള വെറുപ്പ് ആളുകൾക്ക് കൂടി എന്ന് തന്നെ പറയാം. മനുഷ്യഗണത്തിൽ അവർ പെടുത്താറേ ഇല്ലായിരുന്നു. ആ ഒരു ഭാവമൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഓരോ എണ്ണങ്ങൾ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോഴാണ് അവരെ പോലെയുള്ളവർ വീണ്ടും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതും അവഹേളിക്കപ്പെടുന്നതും. ജാൻമണി അവഹേളിച്ച് സംസാരിച്ച വീഡിയോ എടുത്ത ആ ആൾക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിലെ ഭരണാധികാരിക്കെതിരെ ഇതുപോലെ ഒരാൾ സംസാരിക്കുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ മറ്റു മീഡിയസിലൊന്നും ഇട്ട് മനഃപൂർവ്വം അവഹേളിക്കരുതായിരുന്നു.